ഒരു ഷോളിൻ്റെ അത്രയും പോലും നീളമില്ലാത്ത ഈ ഒരു കുഞ്ഞു പീസ് തുണി കൊണ്ടിട്ട് നമുക്ക് ജീൻസിനോടൊപ്പം ഇടാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രോപ്പ് ടോപ്പ് ചെയ്തെടുക്കാം. ഇതിനിടയ്ക്കൂടെ ഒരാൾ ഞാൻ കാണിക്കുന്നത് പോലെ ഒരു പീസ് തുണിയൊക്കെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെച്ച് നിന്ന് കറക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു പീസ് തുണി രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം ദേ ഒന്നും കൂടെ ഫോൾഡ് ചെയ്തു. അതായത് മൊത്തത്തിൽ 3 തവണ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അളവിന് വേണ്ടി നമ്മുടെ ഒരു ക്രോപ്പ് ടോപ്പ് വെച്ചിട്ട് കഴുത്ത് ഭാഗം മാത്രമാണ് നമ്മൾ ഇതിൽ ആകെ കട്ട് ചെയ്യുന്ന കട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ദേ ഇതേപോലെ സൈഡ് നമ്മൾ കൈത്തയ്യലിൽ മൊത്തത്തിൽ തയ്ച്ചെടുക്കും. അതായത് കൈ സെപ്പറേറ്റ് കട്ട് ചെയ്ത് ഫിറ്റ് ചെയ്യുമല്ല, കൈ ഉൾപ്പെടെ നമ്മൾ വരുന്ന രീതിയിലാണ് തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ സംഭവം ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്രോപ്പ് ടോപ്പിൽ 2 സൈഡ് ഭാഗത്തും വാല് പോലെ ഇങ്ങനെ താഴോട്ട് കിടക്കണം. അപ്പോൾ ഒരു യു ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാമെന്ന് കരുതി. പക്ഷേ ഇട്ട് നോക്കിയപ്പോൾ ഇതാണ്ടാ രണ്ടറ്റത്തും നീളവും ഇല്ല. സംഭവം നൈസായിട്ട് പാളിയിട്ടുണ്ട്, പക്ഷേ കളയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പിന്നെ എൻ്റെ ഒരു പഴയ സാരിയുടെ ഇതേപോലത്തെ ലേസ് എടുത്തിട്ടുണ്ട്. അതിനകത്തിൽ നമ്മൾ റെഡ് കളറിൽ ഡൈ ഉപയോഗിച്ചിട്ട് ഡൈ ചെയ്തെടുക്കാമെന്ന് കരുതി. കാരണം ഇരിക്കുന്ന ലേസ് നമ്മുടെ ആ ഒരു ഡ്രസ്സിനോട് ശരിയാവത്തില്ല. അതൊരു യെല്ലോ കളറാണ്. അപ്പോൾ നമ്മൾ ഡൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മുടെ സഹായം നമുക്ക് കട്ടയ്ക്ക് നമ്മളോട് കൂടെ ഉണ്ട്. അപ്പോൾ ഡൈ ചെയ്തതിന് ശേഷം നമുക്ക് എക്സൈറ്റ് ആയിട്ടുള്ള റെഡ് കിട്ടിയില്ല. കാരണം നമ്മൾ എടുത്തതൊരു നെറ്റ് മെറ്റീരിയലാണ്, അതുപോലെ തന്നെ പോളിസ്റ്റർ ത്രെഡുമാണ്. അപ്പോൾ കിട്ടുമോ എന്നുള്ള ഡൗട്ടായിരുന്നു. എന്തായാലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ വെറും മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഔട്ട്ഫിറ്റാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.